السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. സഹോദരങ്ങളെ, സൂറത്തു നാഹ്ലിലെ 90-ാമത്തെ വചനം. മനുഷ്യരായ നമ്മൾ പൊതുവിൽ ഈ ജീവിതത്തിൻ്റെ അജണ്ട അവനവൻ്റെ ജോലി, സുഖകരമായി ഉള്ള ജീവിതം, അതിന് സഹായത്തിന് കുടുംബം, മക്കൾ, അവരുടെ ഭദ്രമായ പുനരധിവാസം, അവരുടെ വിവാഹം, അവരുടെ വീട്, ഇതൊക്കെ നേടിയെടുക്കാനും സമ്പാദിക്കാനുമുള്ള ഓട്ടത്തിൻ്റെ പേരാണ് ജീവിതം. അതിൽ നാട്ടിലെ ആളുകളോ സമൂഹത്തിലെ മെമ്പർമാരോ ഒന്നും അങ്ങനെ പലരുടെയും ജീവിതത്തിൽ കടന്നു വരാറില്ല. അതുകൊണ്ടാണ് പഠനത്തിൻ്റെ ഭാഗമായി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കി. ചില ട്രാഫിക് നിയമങ്ങളൊക്കെ ലംഘിക്കുമ്പോൾ പോലീസുകാരവരെ പിടിച്ചിട്ട് പാലിയേറ്റീവ് പ്രവർത്തനമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ വാർഡുകളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർബന്ധമാക്കി. അങ്ങനെ നിർബന്ധമായി ജനസേവനം ചെയ്യിപ്പിക്കലാണ്. അങ്ങനെ ആൾ ചെയ്താൽ അത് വലിയ ഒരു ത്യാഗമായി കാണുകയും ചെയ്യുന്നൊരു കാലം. എന്നാൽ ഇസ്ലാമിൽ ജനസേവനം ഒരു ഇബാദത്താണ്. ആളുകൾ അവർക്ക് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതിലുപരി പടച്ച റബ്ബിൻ്റെ അടുത്ത് പുണ്യം കിട്ടുന്ന നമസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ ഒരു ഇബാദത്താണ് ജനസേവന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അസ്സായി അലൽ അർമല വൽ മിസ്കീൻ, പാവപ്പെട്ട മനുഷ്യരെയും അതുപോലെ തന്നെ വിധവകളെയും ഒക്കെ സഹായിക്കുക എന്ന് പറയുന്ന സംഗതി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലെ യോദ്ധാവിന് കിട്ടുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം കിട്ടും. ഔ അല്ലെങ്കിൽ കല്ലദീ യസൂമുൻ നഹാറ വയഖൂമുൽ ലൈല, രാത്രി നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പ്രതിഫലം പോലെ, പകലിൽ നോമ്പെടുക്കുന്ന ഒരാളുടെ പ്രവർത്തനം പോലെ പ്രാധാന്യമുള്ളതാണ് ഈ ഇബാദത്തും എന്ന് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ മഴ പെയ്ത് വെള്ളം പ്രയാസകരമായൊരവസ്ഥയിലേക്ക് ഉയർന്നപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി തൻ്റെ വസ്ത്രങ്ങൾ ഊരിക്കൊടുത്ത് അവസാനം വെള്ളത്തിൽ മരിച്ചുപോയ രാജേഷ്, കണ്ണൂർക്കാരനായ രാജേഷ് ചരിത്രത്തിൽ ഇടം പിടിച്ചത് തൻ്റെ ജീവിതത്തിനേക്കാൾ ഉപരി ഈ വെള്ളത്തിൽ കുടുങ്ങിയ ജീവനെ രക്ഷപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ വെമ്പലായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നൊരു വീട്ടിൽ നിന്ന് അരങ്ങൊഴിയുമ്പോൾ, അതും 3-4 ആളുകളെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാകുന്ന താങ്ങാനാവാത്ത നഷ്ടമുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരി ഞങ്ങളുടെ മകൻ മരിച്ചത് സേവന പ്രവർത്തനത്തിലൂടെയാണ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അത് നൽകുന്ന ഏറ്റവും വലിയൊരു മധുരമുണ്ട്. എക്കാലത്തും ഓർത്ത് അയവിറക്കുമ്പോൾ വല്ലാത്ത രോമാഞ്ചമുണ്ടാക്കുന്നൊരു സംഗതിയാണ് അങ്ങനെ ഒരു നിമിത്തമായി തീരുക എന്നുള്ളത്. അതിൻ്റെയും ഭാഗമാണ് ഒരു ക്രിമിനൽ
ഈ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് വ്യൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ ഇങ്ങനെ പ്രസ്താവന ഇറക്കിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അയാൾ മാസ്ക് ധരിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറിപ്പോയി എന്ന് വിവരമറിയിക്കും. സമൂഹത്തിൻ്റെ സുരക്ഷയിൽ ആഗ്രഹമുള്ളൊരു മനുഷ്യൻ അത് പറഞ്ഞപ്പോൾ നാട്ടിലെ ഒരു പണക്കാരൻ 1,00,000 രൂപ അയാൾക്ക് പാരിതോഷികമായി കൊടുക്കുമെന്ന് പറയുകയും ചെയ്ത് നമുക്ക് വായിച്ചതാണ്. ഈ 1,00,000 പണം കൊടുക്കാമെന്ന് പറഞ്ഞവൻ്റെയും ഈ ക്രിമിനൽ ഒറ്റിക്കൊടുത്തവൻ്റെയും ലക്ഷ്യം സമൂഹത്തിൻ്റെ സ്വൈര്യം കടാൻ പാടില്ല, സമാധാന ജീവിതമില്ലാതാവാൻ പാടില്ല. അതിനൊരുത്തം വിചാരിച്ചാൽ അവനെ തടയിടണം എന്ന് തന്നെയാണ്. അവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്നൊരു സംഗതി, അതൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ചെയ്ത പോലെ പ്രശ്നം പരിഹരിച്ചോളും, ആരെങ്കിലുമൊക്കെ നോക്കിക്കോളും, നമ്മൾ മാത്രമൊന്നല്ലല്ലോ ഈ ഭൂമിയിലുള്ളത് എന്ന ചിന്തക്കപ്പുറത്ത് അതൊരു ബാധ്യതയാക്കി ഇസ്ലാം വെക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രത്തോളം വലിയ ബാധ്യത. ഒരു രോഗിയായൊരു മനുഷ്യനെ ആ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെന്ന് സന്ദർശിച്ച് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്താൽ ആ മനുഷ്യൻ പടച്ച റബ്ബിനെ സന്ദർശിച്ച് തുല്യമാണ് എന്ന് പറയുമ്പോൾ, മരിർത്തു ഫലം തഉദിനി, എനിക്ക് രോഗം വന്നിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ എന്ന് അല്ലാഹ് വിശ്വാസിയോട് പരാതി പറയുന്ന രംഗം അല്ലാഹ് പറയുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി വിശദീകരിക്കുന്നുണ്ടല്ലോ ആ രംഗം. അപ്പോൾ അള്ളാഹുവിനെ സന്ദർശിക്കുന്ന അത്രയും പദവിയും മഹത്വവും ഉള്ളതാണ് നാട്ടിൽ നമ്മെപ്പോലൊരു മനുഷ്യന് രോഗം വരുമ്പോൾ അവനെ സന്ദർശിക്കുകയും വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. അത്ര വലിയൊരു ഇബാദത്തായി കാണുകയും മനുഷ്യർ ഹഖുൽ മുസ്ലിമി, മുസ്ലിമിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിൽ എണ്ണിയ ഒന്ന്, മനുഷ്യർ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുകയും രോഗിയായാൽ രോഗം സന്ദർശിക്കുകയും ആ രോഗി മരിച്ചു കഴിഞ്ഞാൽ ശേഷക്രിയകളിലൊക്കെ പങ്കാളികളാവുകയും അങ്ങനെ ഒട്ടനവധി നിയമങ്ങൾ വെച്ചു കൊടുക്കുക. എന്തിന്? സമൂഹത്തിൽ അതുണ്ടാക്കുന്നൊരു ചേർത്ത് പിടിക്കലും ഒരു ഐക്യബോധവും രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ഒറ്റക്കല്ല, ഈ സഹജീവികളൊക്കെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവുക. റസൂലുള്ളാഹി അതൊന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. അഹബ്ബുന്നാസി ഇലല്ലാഹ്, മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യർ അൻഫഉഹും മിനന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന മനുഷ്യന്മാരാണ്. ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യന്മാരാണ് എന്നല്ല, ഏറ്റവും കൂടുതൽ ഉംറ ചെയ്യുന്നവരാണ് എന്നല്ല. റസൂലുള്ളാഹി പറഞ്ഞത്, അള്ളാഹു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ അൻഫഉഹും മിനന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന മനുഷ്യനാണ്. വഅഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹ് ഇഷ്ടപ്പെടുന്നതോ സുറൂറുൻ യുദ്ഖിലുഹു, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരാളുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന പ്രവർത്തനമാണ്. നോക്കൂ, ചിലപ്പോൾ ഒന്ന് കയറി ചെന്ന് ഒത്താശ ചെയ്തു കൊടുത്താൽ അതായിരിക്കും അയാൾക്ക് ചിലപ്പോൾ 1000 രൂപ കയ്യിൽ കൊടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മണി ഓർഡർ അയച്ചു കൊടുക്കുന്നതിനേക്കാൾ അയാൾക്ക് ഇഷ്ടം. അയാളടുത്ത് വന്നല്ലോ, ഓൻ്റെ അടുത്തൊന്ന് വന്ന് കയറിയല്ലോ. ഒരു മനുഷ്യൻ്റെ മനസ്സിന് സുറൂറുണ്ടാക്കുക, സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം. അതുമല്ലെങ്കിലോ ഔ യക്സിഫു അൻഹു ഖുർബ, ഒരു വിപത്ത് ബാധിച്ചവൻ്റെ വിപത്തിനെ ദൂരീകരിച്ചു കൊടുക്കലാണ്. അതുമല്ലെങ്കിൽ ഔ യഖ്ലി അൻഹു ദൈനൻ, ഒരാളുടെ കടം ഏറ്റെടുത്ത് വീട്ടിക്കൊടുക്കുക. നോക്കൂ, ആളുകൾ അറിയാതെ ആ കടം വീട്ടിയിട്ട് ആ വീട്ടിയതിൻ്റെ രേഖ റെസിപ്റ്റാണ്ട് അയച്ചു കൊടുക്കുമ്പോൾ
ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്നുണ്ടൊരു കണ്ണീര് വരാൻ, മുതുകൊടിഞ്ഞ് അപമാനഭാരത്താൽ പുറത്തിറങ്ങാൻ കഴിയാതെയുള്ള കൂര വിൽക്കേണ്ടി വരും എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഏതോ ഒരു അഭ്യുദയകാംക്ഷി നമ്മുടെ കടം ഏറ്റെടുത്ത് അത് വീട്ടി അതിൻ്റെ ലോൺ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്നൊരു ആനന്ദമുണ്ട്. ആ ആനന്ദമാണ് ഒരാളുടെ കടം വീട്ടുകയോ ഒരാളുടെ വിപത്തിനെ ദൂരീകരിച്ചു കൊടുക്കുകയോ ഒരാളുടെ മനസ്സിൽ സന്തോഷം പെയ്തിറങ്ങുന്ന പ്രവർത്തനം കാഴ്ചവെക്കുകയോ ഔ യത്റുദു അൻഹു ജുഅൻ, വിശപ്പിനെ അകറ്റിക്കളയുകയോ. ഒരു മനുഷ്യന് വിശന്നിരിക്കുന്ന സമയത്ത് ആ വിശപ്പ് അകറ്റുക എന്നതും ഒരു മനുഷ്യൻ ചെയ്യുന്ന പുണ്യപ്രവർത്തനമായി റസൂലുള്ളാഹി വിശദീകരിക്കുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരന്മാർ നാട്ടിൽ വരൾച്ച വന്ന് റേഷൻ വാങ്ങാൻ വേണ്ടി നാട്ടിൽ നിന്ന് യൂസുഫ് നബിയുടെ സവിധത്തിൽ ചെല്ലുന്നത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ടല്ലോ. അവർ ചെന്ന് പറയുന്ന വാക്ക് മസ്സന, ഞങ്ങളെ ബാധിച്ചു കേട്ടോ. അവർക്ക് ഇരിക്കുന്നത് അവർ കിണറ്റിന് യൂസുഫാന്നൊന്നും അവർക്കറിയില്ല. സങ്കടം പോയി പറയുകയാണ്, ഞങ്ങൾ കുറച്ച് വില കുറഞ്ഞ നാണയങ്ങൾ ചരക്കുകളായിട്ടാണ് വന്നത്. കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് തിരിച്ച് തരാനില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് അളവ് പൂർത്തീകരിച്ച് തരികയും വതസദ്ദഖ് അലൈന, ഞങ്ങൾക്ക് കുറച്ച് ധർമ്മം ചെയ്യുകയും ചെയ്തു തരേണ്ടതുണ്ട്. ഒരാൾക്ക് കൊടുക്കാനുള്ള വിഹിതം തരുന്നതോടൊപ്പം ഇത്രയും ദൂരെ നീ കഷ്ടപ്പാടും സഹിച്ചു വന്ന ഞങ്ങൾക്ക് നിങ്ങൾ ധർമ്മം തരേണ്ടതുണ്ട്. എന്താ കാരണം? അള്ളാഹു ധർമ്മം ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുന്നതാണ് എന്നാണ് അവർ പറഞ്ഞ വാക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൂസാ നബിയുടെ ചരിത്രം പറയുന്നിടത്തും നാട് വിട്ട് ക്ഷീണിച്ചൊരു മരച്ചുവട്ടിലിരിക്കുമ്പോൾ ആ മരച്ചോട്ടിൽ നിന്ന് വെള്ളം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന രണ്ട് സഹോദരിമാർക്ക് വേണ്ടി ആടുകൾക്ക് വെള്ളം മുക്കിക്കൊടുത്ത അവസ്ഥ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഫഖാല റബ്ബി, നാദ ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, എന്തൊരു സഹായം നീ നൽകുകയാണെങ്കിലും ഞാൻ ആവശ്യക്കാരനാണ് നാഥായത്. അപ്പം അത്ര വിഷമിച്ചിരിക്കുമ്പോൾ പോലും തന്നെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകാൻ, അത് ഇസ്ലാമിൻ്റെ ഒരു പൊതു മുദ്രയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കലാണ്, പട്ടിണി കിടക്കലാണല്ലോ നോമ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നോമ്പെടുക്കാൻ കഴിയാത്തവൻ ചെയ്യേണ്ടതോ വേറൊരുത്തൻ്റെ വിശപ്പ് മാറ്റലാണ്. ഓന് നോമ്പെടുക്കാൻ കഴിയാത്തതിന് രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ ബുദ്ധിമുട്ട് കൊണ്ടോ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നാൽ പിന്നെ എടുത്തു വിട്ടാൻ കഴിയാത്തൊരുത്തൻ, നോമ്പ് ഇല്ലാത്ത ഒരു മനുഷ്യന് നോമ്പ് തുറക്കാൻ നോമ്പില്ലാത്ത കാലത്തോ എപ്പോഴാണെങ്കിലും അയാൾക്ക് വിശപ്പിനുള്ള വിഭവങ്ങൾ കൊടുക്കാനാണ്, ഭക്ഷണം വാങ്ങിക്കൊടുക്കാനാണ് കൽപ്പിച്ചത്. അതുപോലെ പല തെറ്റുകൾക്കും ഇസ്ലാം പരിഹാരമായി നിർദ്ദേശിക്കുന്നതും ഭക്ഷണം വാങ്ങിക്കൊടുക്കലാണ്. അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ആ പച്ചപ്പ് എന്ന് പറയുന്നത്, നാട്ടിൽ വറുതിയും കഷ്ടപ്പാടും ഉണ്ടായി ആളുകളൊക്കെ വളരെ പ്രയാസപ്പെട്ട് അങ്ങനെ ബേജാറായി ദൈവവിശ്വാസത്തിലേക്ക് മടങ്ങി വരിക, അങ്ങനെ കഷ്ടപ്പെടുക എന്നുള്ളതല്ല. ആളുകൾ സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കുമ്പോഴാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്ന റബ്ബിനെക്കുറിച്ച് ഓർമ്മയുണ്ടാവുകയും അവർക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള ആ ആശ്വാസം കിട്ടിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു അൽഹംദുലില്ലാ പറയുമ്പോഴുണ്ടല്ലോ, അത് നൽകുന്നൊരു ചാരിതാർത്ഥ്യം വലിയ ഒന്നാണ്. അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് ഇതാണ്, വിശ്വാസികൾ എന്ത് ചെയ്യണം? അതാ ഇന്നല്ലാഹ യഅ്മുറു, അല്ലാഹ് കൽപ്പിക്കുന്നുണ്ട് കേട്ടോ, ബിൽ അദ്ലി, എപ്പോഴും നീതിയുടെ പക്ഷത്താവുക, നീതി കാണിക്കുന്നവരാവുക, വൽ ഇഹ്സാനി, നന്മ ചെയ്യുന്നവരാവുക. വിശ്വാസി സമൂഹത്തിൽ നിന്ന് വ്യതിരിക്തനാവുന്നത് പ്രത്യേക വേഷഭൂഷാദികളെ കൊണ്ടല്ല.
വിശ്വാസി വ്യതിരിക്തനാകുന്നത് ജീവിത നിലപാടുകളെ കൊണ്ടാണ്. നീതിനിഷ്ഠമായ പെരുമാറ്റം, നല്ല ഇടപാടുകൾ, ഈത്തായിദിൽ ഖുർബ അടുത്ത ബന്ധുക്കൾക്ക് ദാനം നൽകിക്കൊണ്ട്, യൻഹാനിൽ ഫഹ്ശായി അശ്ലീലങ്ങളെ തടഞ്ഞുകൊണ്ടും, വൽ മുൻകറ വെറുക്കപ്പെട്ട പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ വിദ്വേഷങ്ങളും. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? യഅ്ലുക്കും അല്ലാഹ് നിങ്ങളെ ഉപദേശിക്കുന്നു, ലഅല്ലക്കും തദക്കറൂൻ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ച് ജീവിക്കാൻ വേണ്ടി. ഇപ്പം ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെടുന്ന മനുഷ്യരെ പടച്ചതും റബ്ബാണ്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ സൃഷ്ടിച്ചതും റബ്ബാണ്. അത്തരം പരീക്ഷണങ്ങളില്ലാതെ സുഗമമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകിയതും റബ്ബാണ്. അപ്പം അവർക്ക് അള്ള നോക്കിക്കോളൂലേ? അല്ലല്ലേ രോഗം കൊടുത്ത്, നമ്മളിപ്പോൾ അതിനെന്താ ചെയ്യുക എന്ന് ചോദിക്കുന്ന ചോദ്യം കുഫറിൻ്റെ ചോദ്യമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താണത്? ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ കുഫറിൻ്റെ ആളുകൾ പറയും, നമ്മൾ കൊടുക്കണോ? അള്ളാഹ്ക്കാണ് കൊടുത്തൂടെ? അള്ള കൊടുക്കാത്തവർക്ക് നമ്മൾ കൊടുക്കണോ എന്ന ചോദ്യമുണ്ടല്ലോ. നമുക്ക് തന്നത് അവർക്ക് കൂടി പങ്ക് ഷെയർ ചെയ്യാനുള്ളതാണ്. സൗകര്യങ്ങൾ നമുക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും കൂടി വിഭവങ്ങൾ അള്ളാഹു അനുവദിച്ചു തന്നതാണ് എന്നർത്ഥം. മറ്റു ഉദാഹരണം പറയാം. ഒരു വിശ്വാസിയുടെ മനസ്സ് എത്രത്തോളം വേദനിക്കണം എന്നുള്ളതിന്, ഉമർ അല്ലാഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉമർ അല്ലാഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയും കൂട്ടി രാത്രിയിൽ ഇങ്ങനെ ഊര് ചുറ്റുകയാണ് നാട്ടിൻ്റെ ക്ഷേമാന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കുഞ്ഞ് മുലപ്പാൽ കിട്ടാതെ കരയുന്ന പോലെ ഇങ്ങനെ കരയാണ്. ഉമർ അല്ലാഹു ആ പെണ്ണിനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ കുട്ടിക്ക് മുല കൊടുക്കാത്ത? കുട്ടി കരയുന്നുണ്ടല്ലോ. അവസാനം അവരുടെ വ്യക്തിപരമായ വിഷയത്തിൽ ഇടപെട്ട ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ പെണ്ണ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഞാൻ എൻ്റെ കുട്ടിയുടെ മുലപ്പാൽ നിർത്തുകയാണ്, കൊടുക്കൽ നിർത്തുക. അപ്പൊ ചോദിച്ചു, എന്തിന്? ലിഅന്ന ഉമറ യഅ്തീനാൽ അതാ ഇല്ലാ ബഅദൽ ഫിതാം. മുലകുടി പറ്റിയവർക്ക് ഉമർ അല്ലാഹു റേഷൻ സംവിധാനം തരുള്ളൂ. അപ്പൊ ഈ കുട്ടി മുല കുടിക്കുന്ന കാലത്തോളം ഈ കുട്ടിക്കുള്ള വിഹിതം അനുവദിക്കൂല. അതുകൊണ്ട് ഈ കുട്ടിയുടെ മുലപ്പാൽ നിർത്തി, അങ്ങനെ മുലകുടി നിർത്തി എന്ന് പറഞ്ഞെങ്കിലേ, കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കൽ നിർത്തിയെങ്കിലേ റേഷൻ സംവിധാനം കിട്ടൂ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്ന് പറയുമ്പോൾ ഉമർദാൻ പറയുന്ന വാക്കുണ്ട്, കം ഖതൽത മിൻ അത്ഫാലിൽ മുസ്ലിമീന മിനൽ വിലാദ. എത്ര പ്രസവിച്ച കുട്ടികളെയാണ് ഉമർ കൊന്നു കളഞ്ഞത്. ഒരു മാനദണ്ഡ വെക്കാനുള്ള ഒരു നിയമം ഉണ്ടാകുമ്പോൾ ഒരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ. ആർക്കാണ് റേഷൻ എന്ന് ഉമർദാൻ തീരുമാനിച്ചത്? മുലകുടി പറ്റിയ കുട്ടികൾക്ക്. അപ്പൊ അതിന് വേണ്ടി 2 വയസ്സ് മുല കൊടുക്കാതെ 1 വയസ്സിലും അതിൻ്റെ താഴെയും ഒക്കെ മുലപ്പാൽ നിർത്തുന്ന മാതാക്കൾ കുട്ടികൾക്ക് വിഹിതം കിട്ടാൻ വേണ്ടി ഉണ്ട് എന്നറിയുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നിയമത്തെയാണ് ആളുകൾ ഈ സൗകര്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നത് തോന്നിയപ്പോൾ ഉമർ പറയുന്നുണ്ട്, ജനിച്ച കുട്ടികൾക്കൊക്കെ ഇന്നു മുതൽ റേഷൻ സമ്പ്രദായം ഉണ്ടായിരിക്കുന്നതാണ് എന്ന്. സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ കഷ്ടപ്പെടുന്നത്, റസൂലുള്ളാഹി പറയുന്നൊരു വാക്കുകൂടിയുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അല്പം നീട്ടി ഓതണം ഈ നമസ്കാരത്തിൽ നിന്ന് വിചാരിച്ച് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അപ്പോഴാണ് പെണ്ണുങ്ങളെ ഭാഗത്തുനിന്നൊരു കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുക. കുട്ടികൾക്കിപ്പോൾ ഉമ്മ നിസ്കരിക്കാന്നൊന്നും അറിയില്ലല്ലോ. ആ കരച്ചിൽ കേൾക്കുമ്പോൾ സലാത്തി, എൻ്റെ നിസ്കാരം ഞാൻ പെട്ടെന്നാണ് ചെയ്തു തീർക്കും. കാരണം ആ ഉമ്മയുടെ പ്രയാസം ആലോചിച്ചുകൊണ്ട് നിസ്കാരം ഞാൻ ചെറുതാക്കുമെന്ന്. അപ്പം അള്ളാഹുവുമായുള്ള ഇബാദത്തിൽ വരെ മനുഷ്യൻ്റെ വേദനകളെ സ്വാധീനിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു കുട്ടി കരയുമ്പോഴേക്ക് രാജ്യത്തെ നിയമമുണ്ടാക്കാൻ മാത്രം മനുഷ്യൻ്റെ മനസ്സിൽ അലിവുണ്ടായിരുന്നു ഇസ്ലാം വളർത്തിയെടുത്ത ഉമറിൽ എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഈ സമൂഹത്തിലെ ആളുകളോട് ആർദ്രതയും അനുകമ്പയും ദയാവായ്പുമുണ്ട് എന്ന ചിന്തയാണ് നമ്മൾ എത്രത്തോളം മനുഷ്യപ്പറ്റ് മതകീയമായി
സ്വാംശീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ രേഖ പടച്ച റബ്ബ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ പിൻപറ്റി യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പ്രഭ പരത്തി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.